സോ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലോട്ട് വന്നതിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ പവർ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തത്, അവരുടെ പവർ എങ്ങനെയാണ് കുറെ കൂടി സ്ട്രോങ്ങർ ആക്കിയത് എന്നുള്ളത് പറഞ്ഞു. വി സ്റ്റഡീഡ് അബൌട്ട് ദ വാർസ് ദാറ്റ് വർ ക്രിയേറ്റഡ്, വി സ്റ്റഡീഡ് അബൌട്ട് ദ പോളിസീസ് ദാറ്റ് വർ ക്രിയേറ്റഡ്. അപ്പോൾ ഒബ്വിയസ്ലി ഭയങ്കരമായിട്ടുള്ള യുദ്ധങ്ങളുണ്ട്. ഇത് മാത്രമല്ല, പോളിസീസ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന തിരുവിതാംകൂർ രാജ്യം ആണ് ഇത്. തിരുവിതാംകൂർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന്റെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് മെയിൽ ചൈൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗിവ് അപ്പ് യുവർ കിങ്ഡം ടു ദി ബ്രിട്ടീഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെ ഫീൽ ചെയ്യും, റൈറ്റ്? അപ്പൊ അങ്ങനെ പല സ്ഥലത്തും ഭയങ്കര അവധ് പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇതൊക്കെ ഇഷ്യൂ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് മോർ ഓവർ ഇവര് ടാക്സ് പിരിക്കാൻ ഉള്ള ഇതൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ ബ്രിട്ടീഷ് വാങ്ങിച്ചെടുത്തു. അങ്ങനെ ടാക്സ് പിരിക്കാൻ വന്നപ്പോഴത്തേക്കും പെസൻസിന്റെ ഒക്കെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഫാമേഴ്സിന്റെ സിറ്റുവേഷൻസ് ഒന്നും അവർ കൺസിഡർ ചെയ്യാനില്ല. സോ slowly things started going bad for the English East India Company. So when we are talking about English, British എന്ന് പറയുമ്പോഴത്തേക്കും still we are talking about English East India Company. What is English East India Company? English East India Company is the association formed by the merchants, traders in the association. We are not talking about the British government. അവിടെയുള്ള ബ്രിട്ടനിലുള്ള ക്വീനിന്റെ കാര്യം അല്ല നമ്മൾ പറയുന്നത്. We are talking about the English East India Company. അവരാണ് ഇത് ഭരിച്ചുകൊണ്ടിരിക്കേണ്ടത്. So now what happened? Revolt ആണ് നമ്മൾ ഇനി തിരിച്ചടിക്കാൻ പോകുന്നത്. See, English East India Company created a lot of wars, and they also created a lot of policies. So who all were affected by the English East India Company's rule? Their rule was unjust. ഓക്കെ, അവരുടെ ഭയങ്കര അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി റൂള്. അൺജസ്റ്റ് മീൻസ് ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഫോർ ദ കോമൺ പീപ്പിൾ, റൈറ്റ്? കാശില്ല, നമ്മുടെ കയ്യിൽ കാശില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് കാശ് തന്നേ പറ്റൂ. നിങ്ങൾ കൃഷി ചെയ്തു, നിങ്ങൾക്ക് മഴ ഉണ്ടായിരുന്നില്ല, എല്ലാം നശിച്ചു, ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. യു ഹാവ് ടു ഗിവ് മീ മണി. ഇറ്റ് ഇസ് അൺജസ്റ്റ്, റൈറ്റ്? ദിസ് ഇസ് നോട്ട് ഫെയർ, റൈറ്റ്? എന്റെ രാജ്യത്തെ എന്റെ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യുമ്പോഴേക്കും ഞാൻ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരാൾക്ക് ഞാൻ കാശ് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ദാറ്റ് ഇസ് നോട്ട് ഫെയർ ഓൺ മീ, റൈറ്റ്? So it was an unjust rule. Who all were affected by this unjust rule of English East India Company? People who were affected was Indian sepoys. Sepoys means what? Indian bhadanmar. See, British Army, we had Indian people. British Army യുടെ ഭാഗമാണ്, ബട്ട് അവർ ഇന്ത്യയുടെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ത്യൻ സിപ്പോയിസ് ആണ് അവരെ പറയാ. സോ ബ്രിട്ടീഷ് ആർമി ഹാഡ് ഇന്ത്യൻ സോൾജേഴ്സ്. ഓക്കെ, ഇന്ത്യൻ സിപ്പോയിസ് ഉണ്ടായിരുന്നു. പെസൻസ് പറഞ്ഞാൽ കൃഷിക്കാരൻ. അതേപോലെ അവരുടെ ലാൻഡ് ലോഡ്സ്, ആ പെസൻസ് വർക്ക് ചെയ്യുന്ന ലാൻഡിന്റെ മുതലാളിമാർ, ലാൻഡ് ലോഡ്സ്, കോമൺ പീപ്പിൾ, ആൻഡ് ഇൻഫാക്ട് എവറിബഡി were affected. Indian sepoys were affected by the unjust rule. Peasants, everybody were affected by the English East India Company's unjust rule. Indian sepoys, peasants, landlords, common people, everybody were affected. So who first revolted? ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് തിരിച്ചടിക്കണമല്ലോ. ഫസ്റ്റ് റിവോൾട്ട് ചെയ്തത് ആരാണ്? ഫസ്റ്റ് റിവോൾട്ട് ചെയ്തത് ഇന്ത്യൻ സിപ്പോയിസ് who were in the British Army. So British Army ഉണ്ടായിരുന്നു, അവർ ബ്രിട്ടീഷ് ആർമി ആയിരുന്നു, ബട്ട് ദെൻ there were Indian sepoys. ഓക്കെ, നമ്മളൊരു ബ്രിട്ടീഷ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയില്ലേ, അതേപോലെ തന്നെ. സോ ഫസ്റ്റ് റിവോൾട്ട് ചെയ്തത് ആരാണ് ഈ അഗെയിൻസ്റ്റ് അൺജസ്റ്റ് റൂൾ? ഇന്ത്യൻ സിപ്പോയിസ് who were working in the British Army. Now first, why did they revolt? They revolted majorly due to 3 reasons. Okay, major reason ഇതിൽ ആക്ച്വലി പറഞ്ഞിട്ടില്ല. What ticked the whole thing എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പറഞ്ഞിട്ടില്ല. For you to learn, ആക്ച്വൽ ലാസ്റ്റ് ഒരു ടിൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു, അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ബ്രിട്ടീഷ് സോൾജേഴ്സും ഉണ്ട്, ഇന്ത്യൻ സോൾജേഴ്സും ഉണ്ട്. ബ്രിട്ടീഷ് ആർമി ഹാഡ്, അപ്പൊ നമ്മുടെ ബ്രിട്ടീഷ് ആർമി, ബ്രിട്ടൻ ആർമിയില് there were both Indian soldiers, Indian sepoys ഉണ്ടായിരുന്നു, ഇന്ത്യൻ സോൾജേഴ്സ് ഉണ്ടായിരുന്നു, ആൻഡ് ബ്രിട്ടീഷ് സോൾജേഴ്സ്. രണ്ടുപേരും ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗമായിട്ട് ആയിരുന്നു. ഓക്കെ, ബ്രിട്ടീഷ് സോൾജേഴ്സ് ഉണ്ട്. പക്ഷെ ഒരേ റാങ്കിലുള്ള സോൾജേഴ്സ്, ഇന്ത്യൻ സോൾജേഴ്സും ബ്രിട്ടീഷ് സോൾജേഴ്സും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സോൾജേഴ്സ് were paid less. They were paid lower salaries. അത് ഡിസ്ക്രിമിനേഷൻ അല്ലേ? ഓക്കെ, ലോവർ സാലറീസ് ആയിരുന്നു. അപ്പൊ ഇന്ത്യൻ സോൾജേഴ്സിന്, ഇപ്പൊ പെണ്ണുങ്ങൾക്ക് കാശ് കുറഞ്ഞാണ് കിട്ടുന്നതെന്ന് പറയുന്ന പോലെയാണ് ഇന്ത്യൻ സോൾജേഴ്സിന് സെയിം ജോലി ചെയ്യുന്നതിന് ആണുങ്ങളും പെണ്ണുങ്ങളും നോക്കിയാൽ പെൺകുട്ടികൾക്ക് കാശ് കുറവാണ് ചില സ്ഥലത്ത് കിട്ടുന്നത് എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ സോൾജേഴ്സ് യൂസ് ടു ഗെറ്റ് ലോവർ സാലറീസ് ആൻഡ് British soldiers. And moreover, working condition was very bad. Poor working condition, sanitation, വൃത്തി ഉണ്ടാവില്ല, ഭയങ്കര ലേറ്റ് നൈറ്റ് ഇരിക്കേണ്ടി വരും, ടോർച്ചറസ് ആയിരുന്നു. അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻ വാസ് വെരി ബാഡ്. ആൻഡ് ഹയർ പോസ്റ്റ് വർ ഓൾവേസ്
ഇത് കിട്ടില്ല, മറ്റേ എന്താ പറയാ, പ്രൊമോഷൻ കിട്ടില്ല. ഹയർ പോസ്റ്റ് വാസ് ഓൾവേസ് റിസർവ് ഫോർ ദ ബ്രിട്ടീഷ്. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടായിട്ട് കാര്യമില്ല, യു വിൽ ഗെറ്റ് ഹയർ പോസ്റ്റ്. വലിയ വലിയ പോസ്റ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ബ്രിട്ടീഷ്. സോ ലോവർ സാലറി ദാൻ ദ ബ്രിട്ടീഷ് സോൾജർ, പുവർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ഹയർ പോസ്റ്റ് വർ റിസർവ് ഫോർ ദ ബ്രിട്ടീഷ്. ഈ 3 റീസൺ കൊണ്ടാണ് റിവോൾട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യൻ സിപ്പോയി സ്റ്റാർട്ടഡ് റിവോൾട്ടിങ് അഗെയിൻസ്റ്റ്. ഇതിന്റെ വേറൊരു റീസൺ ഉണ്ട്, അത് ഇനി ഹയർ ക്ലാസ്സസിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ ലോവർ സാലറീസ് ആൻഡ് ദ ബ്രിട്ടീഷ് സോൾജേഴ്സ്, പുവർ വർക്കിംഗ് കണ്ടീഷൻ as well as higher posts were reserved for the British. ഈ 3 റീസൺ കൊണ്ടാണ് സിപ്പോയി സ്റ്റാർട്ടഡ് റിവോൾട്ടിങ്, ഫസ്റ്റ് റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. സോ 1857 റിവോൾട്ട് എന്താ, നമ്മൾ പറഞ്ഞു വാർ ഉണ്ടായിരുന്നു, പോളിസി ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ആൻ അൺജസ്റ്റ് റൂൾ. അൺജസ്റ്റ് റൂൾ കാരണം സിപ്പോയിസ്, പെസൻസ്, ലാൻഡ് ലോർഡ്സ്, കോമൺ പീപ്പിൾ, എവറിബഡി സഫർ. ഫസ്റ്റ് റിവോൾട്ട് ആരാണ് ചെയ്തത്? ഇന്ത്യൻ സിപ്പോയിസ് ആൻഡ് ദ ബ്രിട്ടീഷ് ആർമിയാണ് ചെയ്തത്. വൈ വാസ് ഇറ്റ്? 3 major reasons: lower salary than the British soldiers, poor working condition, and third one is higher post was reserved for the British. Okay, ഈ 3 reasons ആണ് ഉണ്ടായത്. സോ ഈ റിവോൾട്ടിന്റെ പേരാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ആരൊക്കെ ജോയിൻ ചെയ്തു? സോ റീസൺ നമ്മൾ പറഞ്ഞു. ഓക്കെ, റീസൺ ബിക്കോസ് ഓഫ് ദ അൺജസ്റ്റ് റൂൾ. ഹൂ സ്റ്റാർട്ടഡ് ഇറ്റ് നമ്മൾ പറഞ്ഞു. അതിന് 3 റീസൺസ് നമ്മൾ പറഞ്ഞു. ഹൂ ജോയിൻഡ് ഇൻ? അപ്പൊ who joined in? Appo first was time. Appo when was it? It was during 1857 എന്ന് നമ്മൾ പറഞ്ഞു. ബിക്കോസ് കോസ് എന്താണ്? കോസ് എന്ന് പറയുന്നത് അൺജസ്റ്റ് റൂൾ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് അൺജസ്റ്റ് റൂൾ കാരണം ഹൂ സഫേർഡ് എന്ന് പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് റിവോൾട്ട് ചെയ്തത് ആരാന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താ? 3 റീസൺസ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഹൂ സപ്പോർട്ടഡ്? എവറിബഡി. ഫാമേഴ്സ് ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ്സ്മെൻ ഉണ്ടായിരുന്നു, തുണി ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ക്രാഫ്റ്റ്സ്മെൻ, ഫാമേഴ്സ് ആൻഡ് റൂളേഴ്സ് ഓഫ് സം കിങ്ഡം. ഓക്കെ, റൂളേഴ്സ് ഓഫ് ഝാൻസി, റാണി ലക്ഷ്മിഭായി ഒക്കെ ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ. ഓക്കെ, റൂളേഴ്സ് ഓഫ് സം കിങ്ഡം ഓൾസോ ജോയിൻഡ്. ആൻഡ് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹാദൂർ ഷാ സഫർ ആണ് ആ സമയത്തെ മുഗൾ എംപറർ. ഹി വാസ് ദ മുഗൾ എംപറർ. ഇതിൽ ഞാൻ എഴുതിയിട്ടില്ല, മുഗൾ എംപറർ. അദ്ദേഹത്തിന് ലീഡറാക്കി. ഓക്കെ, യു ആർ ആർ ലീഡർ എന്ന് പറഞ്ഞിട്ട് എംപററിനെ പിടിച്ചിട്ട് ലീഡറാക്കി. ബഹാദൂർ ഷാ സഫർ. സി ദിസ് ഇസ് അനദർ നെയിം. നെയിമിന്റെ കൂട്ടത്തിൽ എഴുതണം. ബഹാദൂർ ഷാ സഫറിനെ ലീഡർ ആക്കിയിട്ട് അവര് ഫസ്റ്റ് റിവോൾട്ട് നടത്തി. സോ വെൻ വാസ് ഇറ്റ്? വാട്ട് വാസ് ദ കോസ്? ബിക്കോസ് ഓഫ് ദ അൺജസ്റ്റ് റൂൾ, സോ മെനി പീപ്പിൾ സഫർഡ്. ആൻഡ് ഫസ്റ്റ് റിവോൾട്ട് വാസ് ബൈ ദ ഇന്ത്യൻ സിപ്പോയിസ് ബിക്കോസ് ഓഫ് ദ 3 റീസൺസ്. ആ 3 റീസൺസ് നിങ്ങൾ പറയണം. ഹൂ സപ്പോർട്ടഡ്? Farmers, craftsmen, and rulers of some kingdom also supported. And then what happened? Who was made the leader? Bahadur Shah Zafar was made the leader. Now, what was the consequence? ഇനി നമുക്ക് എപ്പോഴും കോൺസിക്വൻസ് പറയണല്ലോ ഇതിന്റെ കൂട്ടത്തിൽ. നമ്മൾ പറഞ്ഞു ഏതൊരു യുദ്ധത്തിനെ പറ്റി പഠിക്കുമ്പോഴും when was it? What was the cause? Between who ആണ്? അപ്പൊ ഇത് നോർമൽ പീപ്പിൾ ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണ്. ആരൊക്കെ തമ്മിലാണ്? സിപ്പോയിസ് ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അല്ലെങ്കിൽ ഫാമേഴ്സ്. അപ്പൊ ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സിനെ ആണ് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ബ്രിട്ടീഷ് ആർമിക്കെതിരെ. ഓക്കെ, ബ്രിട്ടീഷ് ആർമി മീൻസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമി, അവർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ദെൻ വി ഹാവ് ടു ലേൺ ദ കോൺസിക്വൻസ്. എപ്പോഴും അതാ അങ്ങനെയായിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവും. കോൺസിക്വൻസ് എന്താ? ബ്രിട്ടീഷ് ക്രഷ് ദ റെവല്യൂഷൻ. ഇല്ലാണ്ടാക്കി. റെവല്യൂഷനെ ചവിട്ടി മെതിച്ചു. ഓക്കെ, കാരണം അവരുടെ കയ്യിൽ തോക്കുണ്ട്, നമ്മുടെ കയ്യിൽ വാളേ ഉള്ളൂ. ഓക്കെ, നമ്മളുടെ കയ്യിൽ മാത്രമല്ല, നമ്മളുടെ കയ്യിൽ മറ്റേ മടലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യാനായിട്ട് പോയത്. അപ്പൊ അവരുടെ തോക്കിന് മുമ്പിൽ നമ്മുടെ മടല് ഒരു പ്രയോജനം ഇല്ലാണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ബ്രിട്ടീഷ് ക്രഷ്ഡ് ദ റെവല്യൂഷൻ. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ബ്രിട്ടന്റെ ഗവൺമെന്റ്, അതായത് യൂറോപ്പിലുള്ള ഗവൺമെന്റിന് മനസ്സിലായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണി കിട്ടും, നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇറ്റ് വാസ്, അപ്പൊ അവിടത്തെ ക്വീൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കണ്ട. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള്. നമ്മളെ ഭരിക്കാനുള്ള പവർ ഓഫ് ഗവർണൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഗവർണൻസിനുള്ള പവർ ക്വീൻ ഓഫ് ഇംഗ്ലണ്ടിന് ട്രാൻസ്ഫർ ചെയ്തു. ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് പറഞ്ഞു, ഞാൻ ഡയറക്ട്ലി ഭരിച്ചോളാം. ക്വീൻ വിക്ടോറിയ വാസ് എ ഫസ്റ്റ് എംപ്രസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എംപ്രസ് ആയിട്ട് ക്വീൻ വിക്ടോറിയ. ഒന്ന് ആലോചിച്ച് നോക്കിയ, എവിടെന്നോ വന്ന ആൾക്കാര് നമ്മളുടെ എംപ്രസ് ആയിട്ട് ക്വീൻ വിക്ടോറിയ വാസ് എ ഫസ്റ്റ് എംപ്രസ് ഓഫ് ഇന്ത്യ. സോ 1857 we revolted against the British because of the English East India Company, because of their unjust rule. Farmers, craftsmen, rulers of small kingdom joined. Bahadur Shah Zafar was made the leader. What was the consequence? British illandaki, crushed the revolution. Second one is English. Appa baaki
കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ വാസ് സ്റ്റോപ്ഡ്. The power of governance was transferred to the Queen of England. Queen Victoria was the first empress. India became a colony. Colony means ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സ്ഥലം പോലെ ആയി. ഓക്കെ, കോളനി ആയി. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഉടമസ്ഥര് എന്നുള്ളത് പോലെ. ഓക്കെ, ഇന്ത്യ became the colony and Queen appointed വൈസ്രോയി ടു അഡ്മിനിസ്റ്റർ ഇന്ത്യ. വൈസ്രോയി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ക്വീനിന് വേണ്ടി ഇന്ത്യ ഭരിക്കാനായിട്ട് വൈസ്രോയിനെ നിയമിച്ചു. അപ്പൊ എന്തൊക്കെയാണ് കോൺസിക്വൻസ്? ഒന്ന്, ബ്രിട്ടീഷ് ക്രഷ് ചെയ്തു. രണ്ടാമത്തേത് പവർ ഓഫ് ഗവർണൻസ് ട്രാൻസ്ഫർ ചെയ്തു. മൂന്നാമത്തേത് ക്വീൻ ഓഫ് ഇംഗ്ലണ്ട്. ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് ആണ് എംപ്രസ് ആയിട്ട് മാറിയത്. ക്രഷ് ചെയ്തു, പക്ഷെ അഡ്മിനിസ്ട്രേഷൻ മാറി. അഡ്മിനിസ്ട്രേഷൻ വാസ് ട്രാൻസ്ഫർ ടു governance. Power of governance was transferred to Queen of England. Queen Victoria became the empress. India became colony. അതേപോലെ തന്നെ. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് വേണം പറയാൻ. EEIC റൂൾ എൻഡ് ചെയ്തു. EEIC റൂൾ എൻഡ് ചെയ്തപ്പോ പിന്നെ ആരാ റൂളിന് വന്നേ? ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് വന്നു. ആ ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് ആരായിരുന്നു? ക്വീൻ വിക്ടോറിയ ആയിരുന്നു ഫസ്റ്റ് എംപ്രസ്. അപ്പൊ ഇന്ത്യയുടെ അവസ്ഥ എന്തായി? ഇന്ത്യ കോളനിയായി. ഓക്കെ, അപ്പൊ ആരെയാണ് പറഞ്ഞു വിട്ടത് ഭരിക്കാനായിട്ട്? ക്വീൻ അപ്പോയിന്റഡ് വൈസ്രോയി ടു അഡ്മിനിസ്റ്റർ ഇന്ത്യ. സോ യു ഹാവ് ടു കണക്ട് ഓൾ ദീസ് തിങ്സ്. എന്നിട്ട് ഇത്രയും പോയിന്റ്സ് 4-5 പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. എന്നാലും എല്ലാ പോയിന്റ്സും ഓർമ്മ നിൽക്കുള്ളൂ. സോ ഇനി ടോട്ടലി ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യം പോർച്ചുഗീസ് വന്നു. പോർച്ചുഗീസ് വന്നിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഇവിടെ കൊണ്ടുവന്നു? ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, സീ റൂട്ട് കണ്ടുപിടിച്ചു എന്നുള്ള സാധനങ്ങൾ. ട്രേഡ് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ട് പോയി. എന്നിട്ട് ബ്രിട്ടീഷ് വന്നു. ബ്രിട്ടീഷ് വരുന്നതിന്റെ കഥ നമുക്ക് പഠിക്കാണ്ട്. EEIC എങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി? അവർ ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് അതിന് ചുറ്റും ഫോർട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ കഥ നമ്മൾ പഠിച്ചു. എന്നിട്ട് അവര് പവർ വൈഡൻ ചെയ്തതിന്റെ കഥ, അതിനു വേണ്ടിയിട്ട് വാർ ഉണ്ടാക്കിയ കഥ. അതേപോലെ തന്നെ വാറിൽ 2 വാർസ്, കർണാട്ടിക് വാർസ് പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ബംഗാളിലെ വാർസ് പഠിച്ചു. ബംഗാളിലെ വാർസിൽ 2 ബാറ്റിൽ ഓഫ് പ്ലാസി പഠിച്ചു, ബാറ്റിൽ ഓഫ് ബക്സാർ പഠിച്ചു. എന്നിട്ട് നമ്മൾ പോളിസീസ് പഠിച്ചു. പോളിസീസിൽ നമ്മൾ 2 പോളിസീസ് പഠിച്ചു. സബ്സിഡിയറി അലയൻസ് പഠിച്ചു. എന്നിട്ട് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന സാധനം പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു? 1857 റിവോൾട്ട് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള കഥ പറഞ്ഞു. അതിന്റെ മേജർ സാധനമുള്ളത് കോൺസിക്വൻസ് ഓൾസോ നമ്മൾ പഠിച്ചു. സോ ദിസ് ഇസ് അബൌട്ട് ദ whole chapter. See, this is how you have to memorize the whole chapter. See, ഇപ്പോ ഈ ഒരു സമയത്ത് മെമ്മറൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിധി കൂടുതൽ നിങ്ങൾക്ക് ആവശ്യം വരില്ല. ബട്ട് definitely higher classes this is going to be much required. So I thought of making a video on how to learn this. Okay, thank you all.